ചേച്ചി കുഞ്ഞാണ്ടി ട്രെയിനാണ്. ചെറുത് കിട്ടുകാരെ തല്ലോ എന്താണ് കൃഷി ചെയ്തേക്ക് കാട്ടിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ വഴി കഴിഞ്ഞു. കോരാനല്ല കോരാൻ ആസ്വദിക്കല്ല ആസ്വദിക്കല്ല നടക്കുകയാണ്. വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ കുരു. ഈ ഭൂമി കുടിങ്ങി കറങ്ങി പൊളിയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് അൽസെറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ഫ്രാൻസിൻ്റെ ബോർഡറിൽ നിന്ന് ഒരു വണ്ടി കയറി, അതായത് ലക്സംബർഗിൻ്റെ മൊണ്ടോഫിൽ വണ്ടി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസ് അല്ല, ലക്സംബർഗിലാണെങ്കിലും നിങ്ങൾ കാണുന്നത് ഫ്രാൻസാണ്. നമ്മൾ ലക്സംബർഗിൻ്റെ മൊണ്ടോഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഫ്രാൻസിക്ക് ബോർഡർ നമ്മൾ നടന്നു പോണതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവഴി അത് കണ്ടോളൂ കേട്ടോ. നല്ല രസമാണ്. അതിൽ ചെറിയ ബ്ലോസം ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ലക്സംബർഗ് ട്രെയിനിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ലക്സംബർഗ് ട്രെയിൻ. ഇവിടേക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇതൊരു സാധനം ഗരേഡി ഔഡ്ലൻഡിച്ചയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഗരേഡി ഔഡ്ലൻഡിച്ചയിൽ വന്ന ട്രെയിനാണ്. ഒരു പോർക്കാട് ട്രെയിനാണിത്. ഇത് എത്ര ബോഗി ഉണ്ടെന്ന് നോക്കൂ. ഇവിടെ വരെ ഒരു ബോഗി, ഇവിടെ വരെ അടുത്ത ബോഗി. ആകെ 2 ബോഗിയുള്ള ട്രെയിൻ കുഞ്ഞാണ്ടി ട്രെയിനാണ്. കുഞ്ഞാണ്ടി ട്രെയിൻ കണ്ട. ഇത്രയുള്ള കഴിഞ്ഞു. അപ്പം ഞാൻ പോട്ടെ. അപ്പം നമ്മളുടെ ഇനി ഒരു നടത്തമാണ്. അപ്പം നടക്കുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഹൈക്കിംഗ് സ്റ്റാർട്ടാക്കി. ഇപ്പം നമ്മൾ നടക്കുന്നത് ഫ്രാൻസിലൂടെയാണ്. നമ്മൾ പോകുന്നത് അൽസെറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ട്രക്കിങ്ങിനാണ്. ഞാൻ ഈ സ്ഥലങ്ങളുടെ പേരുകൾ പറയണതിന്
എൻ്റെ പ്രൊനൗൺസിയേഷനൊന്നും ശരിയല്ല കേട്ടാ. എനിക്കത് ശരിയാക്കിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത കാരണം ഞാനത് ശരിയാക്കണില്ല എന്നുള്ളത്. കാരണം ഞാൻ പ്രൊനൗൺസിയേഷനൊന്നും ഞാൻ നോക്കിയില്ല. വെറുതെ ഇംഗ്ലീഷിലങ്ങനെ കാണണം അതുപോലെ അങ്ങോട്ട് വായിക്കണം എന്നുള്ളതാ. ഈ വണ്ടികളിലുണ്ടല്ലോ എഫ് എന്ന് പറഞ്ഞ ഫ്രാൻസ് നമ്പർ പ്ലേറ്റിൽ, പിന്നെ എൽ എന്ന് പറഞ്ഞാൽ ലക്സംബർഗ്, അത് മഞ്ഞ. ഇത് കണ്ടോ, ഇതിൻ്റെ പി ആണ്, അത് പോളണ്ടിൻ്റെയാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലും. ഡെൻമാർക്ക് അത് ഇത് ഡ്യൂസ്ലാൻഡ്, ദാറ്റ് ഈസ് ജർമ്മനി. നമ്മളപ്പോൾ അവിടെ നിന്നാണ് കയറി വന്നത്. കയറി ചേട്ടാ കയറിനെടുത്തില്ല കേട്ടോ, കതച്ച് പട്ടിയ പോയി. അപ്പം നമ്മുടെ ഗൂഗിൾ ചേച്ചി പറയുന്നത് ഈ കുഞ്ഞാണ്ട് വഴിക്കൂടെ പോകാനാണ്. അവിടെ ചെറുത് കിട്ടുകാരെ തല്ലോ അവസാനം ചേച്ചി ഓർമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് മറ്റേ വിജു സിനിമയിലേ കണ്ടപ്പാ നിവിൻ പൊളിയിലെ അതില് മറ്റേ ഓടിച്ചത് കയറിയിരിക്കില്ലേ വീട്ടില്, അതിന്റെ സാധനം വെച്ചിട്ട് കൊറേ ട്രോള് വന്നിട്ടില്ലേ മറ്റേ ഇതിലൊക്കെ. ഗൂഗിൾ മാപ്പിലത്തെ ചേച്ചി പറഞ്ഞിട്ട് പോയിട്ട് വീടിന്റെ ഫ്രണ്ടിലെത്തുന്നത്. അതേപോലെ തിരിച്ചോർന്ന് ചേച്ചി എന്ന് പറഞ്ഞ് വൈകേണ്ടി വരൂ. പടിയോ കാടായി. ഒരാൾ കൂടി പിന്നായപ്പോ കുത്തിയിട്ട് ജർമ്മനി വരെ കുത്തിക്കൊണ്ടേ പോകേണ്ടതാണ്. വാവ്, നല്ല സ്ഥലം. നമ്മൾ ഹൈക്കിംഗ് ട്രെയിനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടായി ഗൈസ്, കടായി.
ഗൈസ് ഇവിടെ ഒരു പരന്നൊരു സ്ഥലം. ഇതെന്താണ് കൃഷി ചെയ്തേക്ക് കാട്ടില്? എന്താ കൃഷിയാണല്ലോ. എന്നിട്ട് നല്ല ഇല്ലേ ഗൈസ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു കാട്ടിലാണെങ്കിലും ചെറിയ രീതിയിലൊരു കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ യാത്ര വീണ്ടും തുടരുകയായി. ഇവിടെ നിന്ന് അത്ര വലിയ കാടൊന്നുമല്ല. അതന്നെ, അതാ ചതുപ്പ് പോലെ നടക്കണ സ്ഥലവും ഒക്കെ തൊട്ടപ്പുറത്ത് ഇപ്പതായി ഇവിടെ ഇപ്പൊ കൃഷിയൊക്കെ ചെയ്യണ സ്ഥലമായി. ഇപ്പൊ നമ്മൾ കണ്ടത് എന്തെങ്കിലും കൃഷിയാണോ? കൃഷിയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരം ഫീൽഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിൻ്റെ ആണെന്നൊന്നും എനിക്കൊന്ന് പറഞ്ഞു തന്നോളൂ. കമൻറ്റിൽ കൂടെ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഗൈസ് വേർത്തു ഗൈസ്. അത്യാവശ്യം നല്ലൊരു കയറ്റായിരുന്നു. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടാ. സൂപ്പറാണ്. നോക്കണം. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് പോകേണ്ടത് എങ്ങടാന്ന് നോക്കട്ടെ. ശരിയപ്പോ നമ്മൾ ഈ നടക്കുമ്പോഴേ ഫ്രാൻസിൻ്റെയും ലക്സംബർഗിൻ്റെയും ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് വിട്ടുപോയിട്ടാ. ഞാൻ ആ സമയത്ത് വെർട്ടിക്കലായിട്ടുള്ള പോർട്രേറ്റ് വീഡിയോ എടുത്തു. അപ്പം അത് ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്യാട്ടാ. ഇവിടേക്ക് ഇപ്പോൾ വഴി കഴിഞ്ഞു. വഴി കഴിയില്ല, ഒരു മരം വീണെടുക്കുന്നുണ്ട്. നമ്മളെങ്ങനെ പോവും? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാം. ഓ ഇവിടെ എന്തിങ്ങനെ എന്തിങ്ങനെ അതല്ല ഇത് പോകാൻ പാടില്ലേ? പോകാനൊക്കെ പാടുമായിരിക്കും അല്ലേ? ഗൈസ് ഇവിടെ ഒരു ഗുഹ. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ കൈ മുട്ടിച്ച് അടിക്കുന്ന സാധനമാണ് അല്ലേ? എത്തിയില്ലേ വഴി? എത്തിയില്ലേ വഴി? അവിടെ നിന്ന് അത് കവച്ച് വെച്ചിങ്ങോട്ട് വന്നു. നമ്മൾ വഴി എത്താറായി. ഒരു വഴി എത്തി. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 2-3 ആൾക്കാരെയും കണ്ടു, 4-5 പട്ടിനെയും കണ്ടു. ഇവിടെ ഇരുന്നാലോ കുറച്ച് നേരം? നിൽക്ക് ഞാനും. ഹായ്. അങ്ങനെ നമ്മളിവിടെ എത്തിയല്ലോ. ഇനി നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. കാരണം നമുക്കിനി ലക്സംബർഗ് വരെ എത്തണം. അവിടെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ.
അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ കാണാണ്ട് അതിട്ട് പോകാൻ പോവാണ്. അവിടെ പട്ടിയുടെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. പട്ടി കടി വരുമോ എന്ന് ഇവിടെ തന്നെയാണോ നോക്കിയാൽ കണ്ണപ്പേ? ഇവിടെ വന്നിട്ട് കുറ്റി കൃഷി ആണോ? കുറ്റിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ മറ്റേ സാധനത്തിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. ആത്മാവേ പോകൂ നോക്കണേ പറഞ്ഞ അപ്പം ഈ കണ്ടത് എന്തെങ്കിലും കൃഷിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിലൊന്ന് പറഞ്ഞോളോ. സോ ഗൈസ്, നമ്മൾ വന്ന കാടാണിത്. ഗോരവനം. കോരവനല്ല, ഗോരവൻ. ഈ കോരവനത്തിൽ നിന്നാണ് വന്നത്. മനസ്സിലായോ? ഓക്കെ. കൈസ് അങ്ങനെ നടക്കുമ്പോഴാണ് ഞാനൊരു ഡോങ്കിക്കുട്ടനെ കണ്ടത്. ഇതിൽ അതിന് മുന്നേ ഇവിടെ ഒരു ഇതുണ്ട്,
പൈൻ്റെ ഇതൊക്കെ വീണെടുക്കുന്നുണ്ട് ഇവിടെ. അയ്യോ ഇതെന്തിട്ട് ഡോങ്കിയല്ലേ. നോക്കി ഡോങ്കിനെ, ഒരു പ്രത്യേക ഡോങ്കി, ആദ്യ വലിപ്പുള്ള ഡോങ്കി. അങ്ങനെ നമ്മൾ ഒറിജിനൽ വഴിയിലെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഞങ്ങളെ പോകേണ്ടതെന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കോക്കാച്ചി. എത്ര മണി? നമുക്കറിയായിട്ടുള്ളല്ലേ. അതിൽ പോവാം. വെള്ളമാണോ ഗൈസ് താഴത്ത്? വെള്ളമില്ല, റെയിൽവേ പാളമാണ്. പക്ഷേ മറ്റേ ട്രെയിൻ, ടോയ് ട്രെയിൻ അല്ലത്. ഇതല്ല താഴത്ത്. താഴത്ത് പിന്നെ പറ്റാതെ ടോയ് ട്രെയിൻ അല്ലാണ്ട്, പിന്നെ ടോയ് ട്രെയിൻ അല്ലാണ്ട് ഇതിനെന്തിരിക്കുന്നതാ? പണ്ടത്തെ ട്രെയിനാണ് ഇതാ. അവിടെ മൈനിങ് അങ്ങനെ എന്ത് സംഭവം ഉണ്ടോ? Okay. Panning to road. Okay. Again panning to. കയ്യിലെ തട്ടി. ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ രസമുണ്ടല്ലോ. ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലം. നമ്മളവിടെ താഴത്ത് കണ്ടില്ലേ ഒരു ട്രെയിനിൻ്റെ എന്താണ് പാളാണത്. അതന്നെ തപ്പിട്ട് പറഞ്ഞുതരാം. ഇവിടെ എന്തോ മൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോപ്പർ മൈനിങ് ഉണ്ട് എവിടെയെങ്ങാണ്ട് ഉണ്ട്, ശരിക്കുണ്ട് ഇവിടെ എവിടെയെങ്ങാണ്ട്. ഇത് ഇവിടെ മറ്റേ സാധനം പാളം മറ്റേ സാധനം ആക്കണത് കണ്ടാ. പഴയ ട്രെയിനിൻ്റെ പാർട്സുകളും എഞ്ചിനുകളും പിന്നെ അതുപോലെ തന്നെ ഇതുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് കയറി. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ എഞ്ചിൻ്റെ പാർട്സും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല. ഓക്കെ നമുക്ക് പോവാം. ഇപ്പം നമ്മൾ കണ്ടതേ പണ്ടത്തെ ഇരുമ്പിൻ്റെ മൈനിങ് നടക്കണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം അത് മ്യൂസിയം പോലെ ആക്കിയിട്ട് ആൾക്കാർക്ക് കാണാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 1881 തൊട്ട് 1967 വരെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്രാൻസിൽ നിന്ന് നടന്ന് ഇപ്പോൾ ലക്സംബർഗിലത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടിക്ക് പോയി ഇറങ്ങി. നീ അടക്കുകയാണപ്പാ. നമുക്ക് കല്ലിൻ്റെ ഇപ്പുറത്തെ അവിടെ പോവാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ.
സൈക്ലിങ്ങിൻ്റെ ഒരു സ്ഥലം റെഡിയാക്കിയിട്ടുണ്ടെന്നുണ്ട് അവിടെ കാടിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുന്നത്. പക്ഷെ നമ്മളാരാ? നമ്മൾ പൊളികൾ, നമ്മൾ പൊപ്പളാണ്ടികൾ. നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പം നമ്മൾ എല്ലാ ഗ്രൗണ്ടിൽ പോയി. നമ്മൾ എന്നിട്ട് എഴുതിയിട്ടു ആ സാധനം വേറെ എന്നിട്ട് കണ്ട ആണപ്പം അതൊന്നും പറയാ. എവിടേക്കാ നോക്കിക്കൂട്? ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. ഞങ്ങളൊരു ബസ് സ്റ്റോപ്പ് കണ്ടു. ബസ് സ്റ്റോപ്പിൽ കയറാൻ പോകണം. നമുക്ക് എന്നിട്ട് വരുന്ന ബസ്സിൽ കിടത്തി പോകാം. ഓക്കെ, ഇതാണ് ബസ് സ്റ്റോപ്പ്. നല്ല ബസ് സ്റ്റോപ്പാണല്ലോ. ഇതും പണ്ടത്തെ ഒരു മൈനിങ് സ്ഥലമാണ് കേട്ടോ. പേര് പറയാറിയാത്ത കാരണം പറയുന്നില്ല. നിഗൂഢമായ ഗുഹയ്ക്കുള്ളിലുള്ളൊരു സാധനം. ഇത് കണ്ടുപിടിച്ചതാരാണെങ്കിൽ പിയറി പനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയില്ലേ ബസ് സ്റ്റോപ്പിൽ? ഇതല്ലേ നമ്മൾ വന്ന ബസ് സ്റ്റോപ്പായിരുന്നേ? ആ, എവിടെ? അപ്പോൾ നമ്മൾ ഈ വന്ന വഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ സ്ഥലത്തിൻ്റെ പേരാണ് റാപ്പിൾ. അതിവിടെ അവസാനിച്ചു. എന്നിട്ട് നമ്മൾ മറ്റോടത്തേക്ക് പോയായിരുന്നില്ലേ. ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വണ്ടിയുള്ളൂ. ആ 1 മണിക്കൂർ നമ്മളിവിടെ ആസ്വദിക്കാൻ പോവാണ്. ആസ്വദിക്കല്ല, ആസ്വദിക്കല്ല, നടക്കുകയാണ്. നടന്ന് ആസ്വദിക്കുകയാണ്. നടന്ന് ആസ്വദിക്കുകയാണ്. ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതിലേക്ക് എത്തല്ലേ. ലക്സംബർഗിൻ്റെ ടീം പരിശീലിച്ച് വരുന്ന പിള്ളേരൊക്കെ പരിശീലിച്ച് വലുതായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണത്. വാർത്തെടുക്കുന്ന അച്ചപ്പാണത്. നേരത്തെ കണ്ട പിയറി പനത്തില്ലേ, അത് വേൾഡ് വാർ 2 സമയത്ത് ഈ സ്ഥലത്ത് ഹൈഡ് ചെയ്ത പോരാളികളെ സപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ. അല്ലാതൊന്നും കണ്ടുപിടിച്ച ആളല്ല. ആ ബസ് സ്റ്റോപ്പ് ആളുടെ മെമ്മോറിയലാ. നിങ്ങൾ ഇതിൻ്റെ കുരു കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ കണ്ടു. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കുരു. ഞാൻ അവിടെ വരെ പോട്ടെ? പോയി. വാവ്, ഇതാണ് കുട്ടികളെ കുരുകൾ. നമ്മൾ 1 മണിക്കൂർ ബസ് വെയിറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മളൊന്ന് നടക്കുകയാണ്. നമ്മൾ നടത്ത സ്പെഷ്യലിസ്റ്റുകളാണല്ലോ, നമുക്ക് നടക്കാമല്ലോ. നടന്ന് ക്ഷണിക്കുമ്പോൾ ഇരിക്കുവാനായിട്ട് ബെഞ്ചൊക്കെ സൈഡിലൊക്കെ ഉണ്ട്. മനസ്സിലായ ഈ ബെഞ്ച്? ഓക്കെ, നല്ല ബെഞ്ചല്ലേ. ഞങ്ങളിവിടെ ഇരുന്നു. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളിവിടെ നിന്ന് എത്തി. നമ്മളിവിടെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ടാ നമ്മളിപ്പോൾ വിചാരിക്കേണ്ടാവും ഞാൻ ചെരിഞ്ഞു പോകണം. ഒരാളുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ജംഗ്ഷനിലെത്തിണ്ടായിരുന്നു. അവിടെ ഒരാളെ ജനലിൽ ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് നിൽക്കണ്ടായിരുന്നു. പെട്ടെന്ന് ബോഞ്ചോർ എന്ന് പറഞ്ഞു. അതായത് ഹായിന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നേ കാരണം ഞാൻ പേടിച്ചു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയായിരുന്നു. കാട് അങ്ങനെ അവസാനിച്ചു ഇതോടുകൂടി. അപ്പുറത്തേക്കുണ്ട് കേട്ടോ, റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഇല്ലാണ്ടായി. ഓക്കെ, നമ്മളിപ്പോൾ
ട്രെയിൻ കയറാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ റെയിൽവേ പാളത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടേക്കാണ് മറ്റേ ട്രെയിൻ പോണത് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളല്ലോ. ഇവിടെ ഉണ്ട്, ഞാനല്ല കേട്ടാ, ഞങ്ങൾ കാണാറില്ല. നമ്മളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഇവരുടെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ കൂടെ പോവും, അല്ലെങ്കിൽ താഴ്ച കൂടെ പോവും. മിക്കവാറും അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് ലക്സംബർഗ് സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അങ്ങടാണ് കേട്ടോ. പിന്നെ വരണ വഴിക്ക് ഞങ്ങളെ ഒരു കടയിൽ കയറിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അത് കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് അല്ല ശരിക്കും പറയാമെന്നാണ്. അത് കണ്ടുപിടിച്ചത് ബെൽജിയംകാരാണെന്നാണ്. അതിൻ്റെ കഥയൊക്കെ ഞാൻ നമ്മുടെ ബെൽജിയത്തിൻ്റെ ട്രാവൽ വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളോ. നല്ല വീഡിയോസാണ് അവിടുത്തെ. പിന്നെ ഈ ഫ്രൈസ് ഉണ്ടല്ലോ, ഈ യൂറോപ്പിൽ ഈ പറയണ ബെൽജിയം, ലക്സംബർഗ്, ഫ്രാൻസ് ഇവിടെയൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ട്, കുറേ സോസ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് ആൻഡ്ലൂ എന്ന് പറയുന്നൊരു സോസ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. എവിടെ റൈറ്റാ? നമ്മുടെ റെയിൽവേ ക്രോസിലാണ്, ഒറ്റ ലൈനാണ്. ഓരോ സ്റ്റേഷനിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ അതവിടെ നിർത്തിയിടും മറ്റേ വണ്ടി പോകാനായിട്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ വീണ്ടും നമ്മളെത്തുമ്പോൾ നമ്മളെന്ത് കാണുന്നു? നമ്മൾ ഫ്രാൻസിലാണല്ലോ ഇരുന്നത്. വണ്ടി കയറി നടന്നു വന്നതല്ലേ. ഇപ്പം ഇവിടെ വീണ്ടും എഴുതി വെച്ചിരുന്നത് അതിൽ പോയി കഴിഞ്ഞാൽ ഫ്രാൻസ് നമ്മളവിടെ ആയിരുന്നു. ഓക്കെ, അങ്ങനത് ഇത് എഷ്കന്നർ വില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണേ. ഇനി ഒരു സാധനം കാണിച്ചു തരാം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡിൽ കാടാണ്, അവിടേക്ക് പോകാനുള്ളൊരു ബ്രിഡ്ജ്. അപ്പം ഗൈസ്, നമ്മളാ താഴത്ത് ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു കാട്ടിക്ക് പോകണ വഴി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? മോളിക്ക് ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് വെള്ള, അതാണിത്. കാട്ടിക്ക് അവിടെ നിന്നിട്ടെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. ഞാൻ പോരാം. അവിടേക്കുള്ള വഴിയാന്ന് നോക്കിയിട്ടല്ലേ. പേരാലിൻ്റെ കൊമ്പിലായി ഊഞ്ഞാലാട്ടിയോ ഈ ഭൂമി കുലുങ്ങി കറങ്ങി കുരുങ്ങിടുന്നു ചുറ്റും ചിറകി മിനുങ്ങും മിന്നാഴികൾ ആവശ്യം ചിറകെ വാവ്, പുറത്ത് തന്നെ ഒരു ചെറി ബ്ലോസം, പപ്പാണ്ടി ചെറി ബ്ലോസം. What a beautiful scene. Wow. വഴിയൊന്നും നിങ്ങൾ നോക്ക്, എന്തൊരു വഴിയാന്ന് നോക്കിയാൽ പാതിപ്പൊളി സാധനം. ഇവിടെയുണ്ട്
പോകുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ നിർത്തി. ഇന്നത്തെ കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ ആ സ്ഥലത്താണുള്ളത്. ഓക്കെ, നിർത്തി ഞങ്ങൾ പോകുന്നു. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മൾ അടുത്ത ബസ് കയറാൻ വേണ്ടിയിട്ടാണ് നിൽക്കുകയാണ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ ഏതൊക്കെ ബസ്സാണ് പോകാമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ താഴത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ റൂട്ടിലേക്ക് എവിടേക്കൊക്കെ പോകുന്നത്, ഏതൊക്കെ ബസ് അങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ കാണിച്ചു തരും. ഓക്കെ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക് യു.